വെറുമൊരു മോഷ്ടാവായൂരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ, താൻ കള്ളനെന്നു വിളിച്ചില്ലേ എന്ന കവിത കേൾക്കാത്തവരാരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. പ്രൊഫസർ അയ്യപ്പ പണിക്കർ എഴുതിയ ഒരു കവിതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ കവിത എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നത്. 1970കളുടെ രണ്ടാം പകുതിയിലാണ്. അടിയന്തരാവസ്ഥ കാലത്താണോ അത് തൊട്ട് ശേഷമാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ കവിത അന്ന് മുതൽക്ക് ഇന്ന് വരെ പല വേദികളിലും ആലപിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അതിന് പല വ്യാഖ്യാനങ്ങളും പല ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശ്രീമതി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചു. ക്രിമിനൽ എന്ന് പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ ക്രിമിനലുകളോട് ഞാൻ പ്രതികരിക്കാറില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് ബിന്ദു ടീച്ചറെയാണ്. ബിന്ദു ടീച്ചർ നമുക്കറിയാം, അവർ SFI പ്രവർത്തകയായിട്ട് പൊതുരംഗത്ത് വന്നതാണ്. SFI പ്രവർത്തകയായിരിക്കുമ്പോൾ സമുന്നത നേതാവ് സഖാവ് എ വിജയരാഘവനെ വിവാഹം കഴിച്ചു. വിജയരാഘവൻ അന്ന് പാലക്കാട് MP ആണ്. പിന്നീട് അവർ MPhil ബിരുദം നേടി. സഖാക്കൾക്ക് വേണ്ടി സഖാക്കൾ നടത്തുന്ന ശ്രീ കേരളവർമ്മ കോളേജിൽ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. കുറേ അധികം കാലം കുട്ടികളെ ഇംഗ്ലീഷ് ഗ്രാമറും പോയട്രി ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ആംഗല സാഹിത്യത്തിൽ മുങ്ങിക്കുളിച്ച ആ ടീച്ചർ പിന്നീട് ഡോക്ടറേറ്റ് നേടി. അതിനിടയ്ക്ക് ഒരു 5 കൊല്ലം തൃശ്ശൂർ നഗര മാതാവായിട്ട് പ്രവർത്തിച്ചു. തൃശ്ശൂർ ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ വനിതാ മേയർ ബിന്ദു ടീച്ചറാണ്. ഒന്നുകിൽ സെല്ലിൻ കാക്കാശ്ശേരി ആയിരിക്കും, അല്ലെങ്കിൽ ബിന്ദു ടീച്ചറായിരിക്കും. ഏതായാലും ഇവർ തൃശ്ശൂർ മേയറായി പരിലസിച്ചു. അതിനുശേഷം പൊതുരംഗത്ത് നിന്ന് സാമാന്യമായിട്ട് പിന്മാറി. കോളേജിലെ വൈസ് പ്രിൻസിപ്പളായിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൻ്റെ വിളി വീണ്ടും ഉണ്ടായത്. അങ്ങനെ ഇരിങ്ങാലക്കുടയിൽ ടീച്ചർ മത്സരിച്ചു. പ്രൊഫസർ ബിന്ദു എന്ന തൂലികാനാമത്തിലായിരുന്നു ആദ്യം, പിന്നീട് ഡോക്ടർ ബിന്ദു എന്നാക്കി മാറ്റി. ഏതായാലും ആൾ സെയിം തന്നെയാണ്, മാറ്റമില്ല. ആർ ബിന്ദു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വെറുതെ ഒരു MLA ആയിട്ട് ഭരണപക്ഷത്തിരിക്കുന്നതിൽ കഥയില്ലല്ലോ. നേതാവാണ് ഭർത്താവ് എന്നുള്ളതുകൊണ്ട് അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ അധിക ചുമതലയോടി വഹിക്കുന്നുമുണ്ട്. ഇടതുമുന്നണി കൺവീനർ എന്ന് പറഞ്ഞാൽ അത്യധ്വാനമുള്ളൊരു ജോലി കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ PB മെമ്പർ ആയതുകൊണ്ട് വിജയരാഘവൻ സഖാവ് ഇതിൻ്റെ ശുപാർശയിലായിരിക്കാം പിണറായി സഖാവ് ബിന്ദു ടീച്ചർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നിയമിച്ചു. അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പുരോഗതിയൊക്കെ നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. വിദേശത്തേക്ക് ഇനി വിദ്യാർത്ഥികൾ പോകേണ്ടതില്ല, വിദേശ സർവകലാശാലയിൽ ഇങ്ങോട്ട് വരും എന്ന നിലയിലെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഇനി കേരളത്തിൽ പഠിക്കാൻ വരും എന്നാണ് ടീച്ചർ പറയുന്ന ടീച്ചറായിട്ട് നമുക്കത് വിശ്വസിക്കാൻ മാർഗമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവർണറുമായിട്ട് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ ഗവർണർ സുപ്രീം കോടതി അയോഗ്യയാക്കുന്നു. പിന്നീട് മറ്റ് പല സർവകലാശാലകളും ഇതേ ദുരന്തം ആവർത്തിക്കുന്നു. കണ്ണൂർ സർവകലാശാല VC സുപ്രീം കോടതി ഉത്തരവിലൂടെ അപ്രസക്തനാകുന്നു. രാജിക്കത്ത് പോലും എഴുതി കൊടുക്കാതെ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ സാധിക്കും. മറ്റ് പല VCമാരും ഒരവസ്ഥയിലാകും. അതിനുവേണ്ടി സെനറ്റ് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കണം എന്ന നിർദ്ദേശം ഗവർണർ കൊടുക്കുമ്പോൾ സർവകലാശാല സെനറ്റിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് അധ്യക്ഷത വഹിക്കുന്നു. ഇന്ന് വരെ ഒരു വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു അധികാരം ഉപയോഗിച്ച് സെനറ്റ് മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിച്ചിട്ടില്ല. അവിടെ വന്നിട്ട് അധ്യക്ഷത വഹിക്കേണ്ടത് വൈസ് ചാൻസലറാണ്. പക്ഷേ പ്രോ ചാൻസലർ വൈസ് ചാൻസലറുടെ മീതെ ആയതുകൊണ്ട് ഞാൻ വഹിക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, SI ഉള്ള സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ വരികയാണെങ്കിൽ SIയുടെ കസേരയിൽ സർക്കിൾ ഇൻസ്പെക്ടർ കയറിയിരിക്കും, SI അപ്പുറത്തെ കസേരയിലിരിക്കും. ഇനി സർക്കിൾ സ്റ്റേഷനിലാണെന്ന് വിചാരിക്കുക, അവിടെ DYSP SP വരികയാണെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ കസേരയിലിരിക്കും. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ അപ്പുറത്തെ കസേരയിലേക്ക് മാറിയിരിക്കും. ആ ഒരു നയ സമീപനമാണ് ടീച്ചർ ഈ സർവകലാശാല സെനറ്റ് യോഗത്തിൽ നടത്തിയത്. സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് വൈസ് ചാൻസലറാണ്. പക്ഷേ വൈസ് ചാൻസലർ ഇരിക്കുമ്പോൾ തന്നെ പ്രോ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, വെറും വിദ്യാഭ്യാസമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത ബിരുദധാരിയുമാണ്, ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച ആളുമാണ്. അവർ വന്നിട്ട് വൈസ് ചാൻസലറുടെ കസേരയിൽ കയറി, എന്നിട്ട് വൈസ് ചാൻസലറുടെ അപ്പുറത്തെ കസേരയിലേക്ക് പോകണം. അധ്യക്ഷത വഹിക്കുന്നത് ഞാനാണ്, താൻ തൻ്റെ പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തത് ശരിയല്ല, സർവകലാശാല നിയമം അനുസരിച്ച് അതിന് വ്യവസ്ഥയില്ലെന്നാണ് വൈസ് ചാൻസലർ പറയുന്നത്, ചാൻസലറും പറയുന്നത്. പക്ഷേ അതൊന്നും ടീച്ചർക്ക് ബാധകമല്ല, പാർട്ടി ഓഫീസിൽ നിന്നുള്ള കൽപ്പനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ളത്. പിന്നെ പണ്ഡിതനും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള ഭർത്താവിൻ്റെ ഉപദേശമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് ടീച്ചർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ടീച്ചർ ചെയ്തത് തെറ്റാണെന്നാണ് ഗവർണർ പറയുന്നത്. ഗവർണർ പറയുന്നത് ഇവർ അതിക്രമിച്ച് കടന്നു എന്നാണ്. സംഗതി ശരിയാണ്. ഹൗസ് ട്രസ്പാസ് എന്ന വകുപ്പ് അതിൻ്റെ അകത്തുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാണെങ്കിൽ ചെറിയൊരു ചാർജ് ടീച്ചറുടെ പേരിൽ നിലനിൽക്കും, പോലീസ് കേസ് രജിസ്റ്റർ എന്നുള്ള വേറെ കാര്യം. എന്നാൽ പോലും ഇത്രയും
പണ്ഡിതയും മഹതിയുമായ ഒരു മാന്യ വ്യക്തിയെ, അതൊരു വനിതയെ ക്രിമിനൽ എന്ന് വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലല്ല എന്നുള്ളതാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ് ബിന്ദു ടീച്ചർ. അവർ കേരള സംസ്ഥാനത്ത് ഭരണഘടനയും നിയമങ്ങളൊക്കെ പാലിക്കും, ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞ് സത്യവാദം ചൊല്ലി അധികാരമേറ്റ ആളാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചെറിയ അപാകത അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് വിചാരിക്കും. അവർ സെനറ്റ് ഹാളിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചു, അല്ലെങ്കിൽ അനധികൃതമായി പ്രവേശിച്ചു, വൈസ് ചാൻസലറുടെ കസേരയിൽ അനധികൃതമായി കയറിയിരുന്നു, ഈ കനകസിംഹാസനത്തിൽ എന്ന് പറഞ്ഞ പോലെ ഇരുന്നു എന്ന് വെച്ചാൽ തന്നെ അത് ഒരു ക്രിമിനൽ എന്ന് വിളിക്കത്തക്ക ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനിപ്പോൾ SFIക്കാരും DYFIക്കാരും ഇപ്പം തന്നെ പ്രതിഷേധത്തിലാണ്. ഇതിനെതിരെ ഒന്നുകൂടി പ്രതിഷേധിക്കണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൂടി ഈ പ്രതിഷേധ രംഗത്തേക്ക് വരണം. ഗവർണർ പോകുന്ന സ്ഥലത്തൊക്കെ സ്ത്രീകൾ കറുത്ത തുണി കൊണ്ട് വായ് മൂടി കെട്ടുകയും കാര്യം കൂടി കാണിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇതുവരെ പ്രതികരിച്ചായിട്ട് കണ്ടില്ല. അതുകൊണ്ട് അസോസിയേഷൻ്റെ നേതാക്കൾ ഈ വിഷയം ഏറ്റെടുക്കുകയും സംസ്ഥാനത്തെമ്പാടും സ്ത്രീകളുടെ ഒരു വലിയ പ്രതിഷേധ ജ്വാല തെളിയിക്കുകയും ചെയ്യണം എന്ന് ഈ എളിയവനായി ഞാൻ ശുപാർശ ചെയ്തു. അങ്ങനെ നടത്താൻ പോകുന്ന വലിയ പ്രതിഷേധ സമരത്തോടുള്ള എൻ്റെ ഐക്യദാർഢ്യം മുൻകൂറായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇൻകുലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.